ട്രെയിലറിൽ നിന്ന് തന്നെ നമ്മുടെ കഥകളുടെ സാരാംശത്തെ വളരെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് നമ്മൾ പ്രതിഭയോടൊപ്പം തന്നെയാണ്. അതായത് അവർ ജീവിക്കുകയാണ്. ട്യൂട്ടോറിയൽ കോളേജുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും അവരൊന്നും കഥാപാത്രങ്ങളല്ല, അവരൊക്കെ ഈ ജീവിതത്തിലൂടെ നമ്മൾ നിത്യം കണ്ടുമുട്ടുന്ന പല വ്യക്തിത്വങ്ങളാണ്. അവരുടെ ജീവിതത്തിലേക്ക് നമ്മളും ഒപ്പം നടന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം അതാണ് ഓരോ ജീവിതത്തെ ചിത്രീകരിക്കുക എന്നതാണല്ലോ ഒരു സിനിമയുടെ ശരിയായ ഒരു സിനിമയുടെ ഒരു സംഭവം. ഓരോ വ്യക്തിയും നമ്മൾ മുൻകൂട്ടി പറയുന്നത് ഒട്ടും ശരിയല്ല. അതായത് കൊണ്ടറിയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ടറിയുക, കൊണ്ടറിയുക, അനുഭവിച്ചറിയുക ആ അതിരസങ്ങളെ, ജീവിതത്തെ വരച്ച് കാണിക്കുക, യഥാർത്ഥ ജീവിതത്തെ വരച്ച് കാണിക്കുക. അതാണ് അത്. ഏതൊരു സംഭവങ്ങൾ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതമായിരിക്കണം. ഓരോ വായനക്കാർക്കും അത് അവരുടെ ജീവിതമായിട്ട് തോന്നണം. ഹലോ എവരിവൺ, പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് റൈറ്റർ പ്രശാന്തി ചൊവ്വരനും നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാം സ്റ്റേറ്റ്. അപ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽസിന്റെ ട്രെയിലറൊക്കെ കണ്ടിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ ട്രെയിലർ? വളരെ, അതായത് ആ ട്രെയിലറിൽ നിന്ന് തന്നെ നമ്മുടെ കഥകളുടെ സാരാംശത്തെ വളരെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് നമ്മൾ പ്രതിഭയോടൊപ്പം തന്നെയാണ്. നമ്മളെല്ലാവരും പ്രതിഭയോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഡിസ്കസ് ചെയ്തായിരുന്നോ കഥകളെ? ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് അവർ ജീവിക്കുകയാണ്. ട്യൂട്ടോറിയൽ കോളേജുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും അവരൊന്നും കഥാപാത്രങ്ങളല്ല, അവരൊക്കെ ഈ ജീവിതത്തിലൂടെ നമ്മൾ നിത്യം കണ്ടുമുട്ടുന്ന പല വ്യക്തിത്വങ്ങളാണ്. അവരുടെ വ്യക്തിത്വം, അവരുടെ എന്ന് പറഞ്ഞാൽ അതിലൂടെ അവർ അതിരസം എന്ന് പറഞ്ഞ തമാശകൾ, ആ തമാശകളെല്ലാം കൊണ്ടുവരുമ്പോൾ ഏതൊരു പ്രേക്ഷകരാണ് അവരുടെ ജീവിതത്തിലേക്ക് നമ്മളും ഒപ്പം നടന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം അതാണ് ഓരോ ജീവിതത്തെ ചിത്രീകരിക്കുക എന്നതാണല്ലോ ഒരു സിനിമയുടെ ശരിയായ ഒരു സിനിമയുടെ ഒരു സംഭവം. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ സിനിമയിൽ ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അത് ട്യൂട്ടോറിയൽ കോളേജിലോ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ, കൂടാതെ അതിനോടനുബന്ധമായിട്ടുള്ള പല പല രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ചിത്രം 13-ാം തീയതിയാണല്ലോ റിലീസാവണേ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതിനും ഒരു ഔചിത്യമൊക്കെയുണ്ട്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും പോയി കാണുക, പോയി കണ്ട ഓരോ കഥാപാത്രത്തെ അനുഭവിച്ചറിഞ്ഞ് സായുജ്യം നേടുക എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നും. കാരണം ഇന്നത്തെ കാലത്ത് മലയാള സിനിമ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രതിഭയ്ക്ക് മുന്നോട്ട് കടന്നു വന്ന് നമ്മൾ ആ പ്രതിഭയുടെ പല വ്യത്യസ്തമായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില മേഖലകളിലേക്ക് കടന്നു ചെന്ന് അത് വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് പ്രതിഭ എന്ന് പറയുന്ന, പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന സിനിമ. ഇപ്പൊ നിങ്ങളും കഥകളൊക്കെ എഴുതുമല്ലോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും. അപ്പോൾ ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയില് ഓഡിയൻസ് അല്ലെങ്കിൽ കാണികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു തോന്നിയ എന്തെങ്കിലും സീനുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സീനുകളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓരോ വ്യക്തിയും നമ്മൾ മുൻകൂട്ടി പറയുന്നത് ഒട്ടും ശരിയല്ല. അതായത് കൊണ്ടറിയുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ടറിയുക, കൊണ്ടറിയുക, അനുഭവിച്ചറിയുക ആ അതിരസങ്ങളെ. മാമിനും ഇനി പുതിയ പുതിയ കഥകളും വരുന്നുണ്ടോ? മാമിന്റെ പുതിയ സിനിമകളോ? അല്ല, ഒരു സ്റ്റോറി ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി എഴുതാനുള്ള കാര്യങ്ങളിലാണ് ഞാൻ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു 10-16 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നാടകം, നോവല്, അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ശ്രീ ലാല് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഒരു എഴുത്തുകാരി എന്ന നിലയിലില്ലേ, ഒരു എഴുത്തുകാരിക്ക് വേണ്ടി ഏറ്റവും വലിയ ഒരു സ്വഭാവ ഗുണം അല്ലെങ്കിൽ ഒരു കഴിവ് എന്തായിരിക്കും? ജീവിതത്തെ വരച്ച് കാണിക്കുക, യഥാർത്ഥ ജീവിതത്തെ വരച്ച് കാണിക്കുക. അതാണ് അത്. ഏതൊരു സംഭവങ്ങൾ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതമായിരിക്കണം. ഓരോ വായനക്കാർക്കും അത് അവരുടെ ജീവിതമായിട്ട് തോന്നണം. എൻ്റെ ജീവിതത്തിന് അതിന് സാമ്യമുണ്ട്, അപ്പോൾ വേറൊരു വ്യക്തി പറഞ്ഞു എൻ്റെ ജീവിതത്തിന് അതിനൊരു സാമ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മനോഹാരിതകളെക്കുറിച്ച് അത് തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ കാണുന്നത്.
ഓക്കെ. അപ്പോൾ ഈ സിനിമ റിലീസിന് ഒരുങ്ങിയിരിക്കാൻ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയണമെന്ന് വെച്ചാൽ ഇത് മലയാള സിനിമയിൽ ശരിക്കും എഴുതപ്പെട്ട, അതായത് വളരെ ലിഖിതപ്പെട്ട ഒരു പ്രത്യേക തരത്തിൽ ഈ സിനിമ കടന്നു മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും വന്ന് കാണണം, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം, അത് ആസ്വദിക്കണം, ആ സിനിമ കണ്ട് ആസ്വദിക്കണം, അതാണ് എൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമാകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.